എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുസ്വാഗതം. ഏറ്റവും പ്രിയപ്പെട്ട വിപിൻ ദാസ് എന്ന സംവിധായകൻ്റെ സിനിമ ഗുരുവായൂർ അമ്പലനടയിൽ. ഏറ്റവും പ്രിയങ്കരനായ പൃഥ്വിരാജും ഏറ്റവും ഇഷ്ടപ്പെട്ട ബേസിലും ഒരുമിക്കുന്നൊരു സിനിമ ഗുരുവായൂർ അമ്പലനടയിൽ. ഒരുപാട് നാളുകൾക്ക് ശേഷം മലയാള സിനിമയിൽ ഒത്തിരിയേറെ ഹിറ്റുകൾ പിറക്കുന്നതിനിടയിൽ ഒരു കുഞ്ഞ് സിനിമയായി പോവോ, ആരും ശ്രദ്ധിക്കാതെ പോവോ എന്നൊക്കെ പലരും ചിന്തിച്ചൊരു സിനിമ ഗുരുവായൂർ അമ്പലനടയിൽ. ബമ്പർ ഹിറ്റാണ്, യാതൊരു സംശയം വേണ്ട. പടമുണ്ടല്ലോ, നിങ്ങളെ എങ്ങനെയാണ് ആ പടത്തിനെ, അതായത് നിങ്ങൾ തിയേറ്ററിനകത്തേക്ക് കയറുന്ന ആ നിമിഷം മുതൽ അവസാനം വരെയും നിങ്ങളെ രസിപ്പിച്ച് ചിരിപ്പിച്ച് നിങ്ങളെ മനോഹരമായിട്ടുള്ളൊരു മൂഡിലേക്ക് കൊണ്ടുപോകുമെന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ്. കൊടുക്കുന്ന കാശ് മുതലാകുന്നില്ല, 3-4 ഇരട്ടി അങ്ങ് മുതലാകും. എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിയിലും മനോഹരമായിട്ട് മേക്ക് ചെയ്തപ്പെട്ടിരിക്കുന്ന ഒരു ഗംഭീര സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഓരോന്നായി എടുത്തു പറയണമെങ്കിൽ ഏറ്റവും ആദ്യം പറയേണ്ടത് വിപിൻ ദാസ് എന്ന സംവിധായകനെയാണ്. ജയ 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 ഹേ എന്ന സിനിമയുടെ ഒരു ഓളം ഉണ്ടല്ലോ, ഒരു വൈബ്, അതുണ്ടാക്കിയൊരു ട്രെൻഡ് ഒക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഒരു സിനിമയെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത് ഗംഭീരമായിട്ട് കാണിച്ചു തന്നൊരു സംവിധായകനാണ് വിപിൻ ദാസ്. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയായിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ വരുമ്പോൾ എന്തായിരിക്കും ഇതിനകത്ത് കാത്തു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിനെ നേരിട്ടറിയാവുന്നവരൊക്കെ കാത്തിരുന്നത്. കോമഡിയാണ്, ഫുൾ കോമഡിയാണ്. പക്ഷേ നമ്മൾ രാംജി റാവു സ്പീക്കിംഗ് അല്ലെങ്കിൽ മാന്നാർ മത്തായി സ്പീക്കിംഗ് കണ്ടിട്ട് നിർത്താതെ തിയേറ്ററിനകത്ത് ചിരിച്ചത് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ടി വിയിലൊക്കെ ഇപ്പോഴും കാണുമ്പോൾ നമ്മളത് ചിരിക്കുന്നുണ്ടാവും. ഏതാണ്ട് അതേ എന്നല്ല, തുടക്കം മുതൽ ഒടുക്കം വരെയും നിങ്ങൾക്ക് ഗംഭീരമായിട്ട് ചിരിക്കാൻ പറ്റുന്ന ഗംഭീര നർമ്മ മുഹൂർത്തങ്ങളെ അതിവിദഗ്ധമായി കോർത്തിണക്കിയ ഒരു സംവിധായകനാണ് വിപിൻ ദാസ്. ഈ സിനിമയിലൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ കഥ എന്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ സന്ദേശം എന്ത് എന്നൊക്കെയുള്ള ഒരു ലോജിക്കൽ ചിന്തയുടെ പിറകെ ഒന്നും നിങ്ങൾ പോകണ്ട. ചിരിക്കാനായിട്ട് കയറാം, മനോഹരമായി ചിരിക്കുക. ഒരു കോമഡി സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. നമ്മൾ കരുതുന്നത് പോലെ അത് എളുപ്പമല്ല. അതിൽ സംവിധായകൻ വിജയിച്ചു. 2, ഈ മികച്ച ക്രൂ മെമ്പേഴ്സിനെ കോർത്തിണക്കുന്നതിൽ എടുത്തു പറയണമെങ്കിൽ അങ്കിത്തിൻ്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും ഗംഭീരമായിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട്. പാട്ട് 2 ഉള്ളൂ ഇതിനകത്ത്, പക്ഷേ ആ 2 തന്നെ ഈ സിനിമയുമായിട്ട് സിങ്കായി പോകുന്നതാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അഴകിയ ലൈല എന്ന് പറയുന്ന നമ്മുടെ പഴയ പാട്ടിനെ എടുത്തിട്ടൊരു കളി കളിച്ചിട്ടുണ്ട്. ആണല്ലോ, ഓരോ വട്ടവും നിങ്ങൾ അറിയാണ്ട് ചിരിച്ചു പോകും. ഇത് കൂടുതൽ പറഞ്ഞാൽ നിങ്ങളൊരു പക്ഷേ ഞാൻ തന്നെ അത് സ്പോയിൽ ചെയ്യും, വേണ്ട, നിങ്ങൾ തിയേറ്ററിൽ പോയി കാണും, നിങ്ങൾ ചിരിക്കും, യാതൊരു ഡൗട്ടുമില്ല. അങ്കിത്തിൻ്റെ പശ്ചാത്തല സംഗീതവും അങ്കിത്തിൻ്റെ തന്നെ മ്യൂസിക്കും വിപിൻ ദാസിന് കോർഡിനേറ്റ് ചെയ്ത് ഈ പടത്തിനകത്തേക്ക് കൃത്യമായ എലമെൻറ്റുകളിൽ കൃത്യമായ നിമിഷങ്ങളിൽ കൂട്ടിയോജിപ്പിക്കാനായി എന്ന് പറയുന്നൊരു പ്ലസ് ഉണ്ട്. 2, സുനിൽകുമാരൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആർട്ട്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട്, ആസാധ്യം. അതായത് പടമുണ്ടല്ലോ, പടത്തിൻ്റെ ക്ലൈമാക്സ് ഒരു 20 മിനിറ്റ് ഉണ്ട്. അതായത് പടത്തിൻ്റെ തുടക്കത്തെ 20 മിനിറ്റും ക്ലൈമാക്സിലെ 20 മിനിറ്റും നിങ്ങൾ വല്ലാണ്ട് കൊരുത്തിരിക്കുന്ന അല്ലെങ്കിൽ അത്രമേൽ ഇഷ്ടപ്പെടുന്ന മുഹൂർത്തങ്ങളുമായിട്ടാണ് സിനിമ കടന്നു പോകുന്നത്. നിങ്ങളെ ചിരിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൾഗർ കോമഡി കാണിക്കാനോ, ഇനി അതല്ല എങ്കിൽ എന്തെങ്കിലും ഒരു മോശം ഡബിൾ മീനിങ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ചിരിപ്പിക്കാനോ ഒന്നും ഈ പടം ശ്രമിക്കുന്നില്ല. പകരം ശുദ്ധഹാസ്യം, സിറ്റുവേഷൻ കോമഡി, വളരെ ഗംഭീരമായി അടുക്കി ചിട്ടയോടെ വെച്ചിരിക്കുന്ന ഫ്രെയിമുകളിലൂടെ നമ്മുടെ ചിരിയെ നിർത്താതെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്ന ചിരിയുടെ ഒരു ഗംഭീര മാലപ്പടക്കമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. സെറ്റിനെ കുറിച്ചിടയ്ക്ക് ഞാൻ സൂചിപ്പിച്ചല്ലോ, സുനിൽകുമാരൻ എന്ന് പറയുന്ന മനുഷ്യൻ ശ്രദ്ധിക്കപ്പെടേണ്ട സമയമൊക്കെ എന്നേ അതിക്രമിച്ചതാണ്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടേണ്ടതൊക്കെയാണ് പുള്ളി. അദ്ദേഹത്തിൻ്റെ ഗംഭീരമായിട്ടുള്ളൊരു വർക്ക് എന്ന് പറയണം. ആ സെറ്റുണ്ടല്ലോ, അതായത് ഈ പടത്തിൻ്റെ ആർട്ട് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. സിനിമ കണ്ടിറങ്ങുന്നൊരു സാധാരണ പ്രേക്ഷകൻ പോലും ഈ സിനിമയുടെ സെറ്റിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ എത്ര ജനകീയമായിട്ടാണ് അദ്ദേഹം അത് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബാഹുബലി കണ്ടിറങ്ങുന്ന ആ സമയത്തൊക്കെ ഈ പറയും ഇതാരാ സെറ്റ്, ഇതൊക്കെ ആരുണ്ടാക്കിയെന്നൊക്കെ ജനം അന്വേഷിക്കുന്നൊരു സമയമുണ്ടായി. ഞാനിത് ബാഹുബലിയായിട്ട് കമ്പയർ ചെയ്തതല്ല, ഞാൻ പറയുകയാണ്, അത് പൊതുജനങ്ങളുടെ വികാരമേ. ഒരു സിനിമയിൽ സെറ്റ് എങ്ങനെയെന്നുള്ളതൊന്നും ഈ പറഞ്ഞ സാധാരണ പ്രേക്ഷകനൊന്നും ശ്രദ്ധിക്കണമെന്നില്ല. സിനിമയെ കൂടുതൽ മനസ്സിലാക്കുന്ന ആൾക്കാരൊക്കെയാണ് അത് ശ്രദ്ധിക്കുക. പക്ഷേ ഈ സിനിമ കണ്ടിറങ്ങുന്ന ഒരുപാട് പേര് തിയേറ്ററിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഗംഭീര സെറ്റല്ലേ, ഗംഭീര. അതായത് ആ ഒരു ചർച്ച ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിനായി. അതുപോലെ തന്നെ തമിഴ് താരം യോഗി ബാബുവിൻ്റെ ഒരു വിസിറ്റുണ്ട് ഈ സിനിമയിൽ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ എലമെൻറ്റുകളും ഓരോ എലമെൻറ്റുകളും കൂട്ടി ഇണക്കി കഴിയുമ്പോൾ പലപ്പോഴും ഈ സംഭവിച്ചു വന്ന കോമഡി സിനിമകൾക്കാണെങ്കിൽ ഇങ്ങനെ പല ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നു പല രീതിയിലൊക്കെ ചെയ്യുമ്പോൾ പല തരത്തിലാണ് അതിൻ്റെ ഔട്ട് വരിക. പക്ഷേ ഇതുണ്ടല്ലോ, ഗംഭീരമായി കോർത്തിണക്കി ചിരിച്ച് വയ്യാണ്ടാവും. അതിനകത്ത് യാതൊരു സംശയമില്ല. ഈ സിനിമ കണ്ടവരുടെ മറ്റൊരു വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഇതിൻ്റെ താഴെ വരാനിരിക്കുന്ന കമൻറ്റുകൾ ഉൾപ്പെടെ ഒന്നും ബാഡ് കമൻറ്റ് കാണില്ല, എല്ലാം നല്ലതായിരിക്കും. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിപിൻ ദാസിൻ്റെ ഒരു സിഗ്നേച്ചർ എന്ന് പറയാവുന്ന മലയാളത്തിലെ പുതിയ ശ്രമമായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ക്ലോസപ്പ് ഷോട്ട്സ് വെച്ചിട്ടുള്ളൊരു കളിയുണ്ട്.
ക്ലോസപ്പ് ഇല്ലേ, നമ്മുടെ ഈ പറഞ്ഞ ഒരാളുടെ എക്സ്പ്രഷൻ, ആ എക്സ്പ്രഷൻ്റെ ക്ലോസപ്പ്, അതിൻ്റെ ടേക്കുകൾ വെച്ചിട്ട് അത് കണ്ടാൽ നമ്മൾ ചിരിക്കുന്നേ. അതെങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിക്കരുത്. നിങ്ങൾ തിയേറ്ററിൽ പോകുമ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ അറിയാണ്ട് തന്നെ കൈയടിച്ച് ചിരിച്ചു പോകും. പ്ലസ് അഴകിയ ലൈല കേൾക്കുമ്പോൾ നിങ്ങൾ എന്നെ ഓർക്കും. അഴകിയ ലൈല എന്ന് പറയുന്ന പാട്ട് നമുക്കറിയാം, ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് മലയാള സിനിമയിൽ ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ്. പഴയ പാട്ടുകൾ എടുക്കുക, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും അതല്ലാണ്ട് പാട്ടുകളിലും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കയറ്റുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ സിങ്ക് ആയത് അഴകിയ ലൈല എന്ന പാട്ടിനാണ്. അത് ഏറ്റവും നന്നായി വിനിയോഗിക്കപ്പെട്ടത് വിപിൻ ദാസിൻ്റെ സംവിധാനത്തിനുള്ള ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ഈ സിനിമയിലാണ്. ഇന്ന് തന്നെ പോകണം. ഫാമിലി എൻ്റർടൈനറാണ്. ഒരു വൾഗർ സീനുകളും ഇല്ല, ഒരു പ്രശ്നങ്ങളുമില്ല. നിങ്ങൾക്ക് കുടുംബമായിട്ട് കുട്ടികളെയും കൊണ്ട് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കയറിയിരുന്ന് കാണാം. കൊടുക്കുന്ന പൈസയ്ക്ക് 3 ഇരട്ടി ചിരിക്കാനാകും എന്നതാണ് ആ സിനിമയുടെ പ്രത്യേകത. വിപിൻ ദാസ് ഉൾപ്പെടെയുള്ള മുഴുവൻ ക്രൂസിനും, നിഖില വിമൽ, അതുപോലെ തന്നെ അനശ്വര രാജൻ ഒക്കെ ഉൾപ്പെടെയുള്ള ഒരുപാട് താരങ്ങൾ നമുക്കിതിനകത്ത് അണിനിരക്കുന്നുണ്ട്. ഓരോ താരങ്ങൾക്കും ആശംസകൾ നേരാണ്. ഗംഭീര പടമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും എഫേർട്ട് അതിഗംഭീരമായിട്ട് തിയേറ്ററിൽ വിജയിച്ചു. ഇതൊരു ഷുവർ ഷോട്ട് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറട്ടെ.